ന്യൂസ് മീഡിയ കൊച്ചിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ന്യൂസ് മീഡിയ കൊച്ചിയിൽ ഇന്ന് അതിഥിയായി വന്നിട്ടുള്ളത് 3 പതിറ്റാണ്ടിലേറെ ഇന്ത്യയിലും വിദേശത്തും രത്നനിർദ്ദേശ രംഗത്ത് പ്രശസ്തനായ ജമ കൺസൾട്ടന്റ് KH കുഞ്ഞുമോനാണ് ന്യൂസ് മീഡിയ കൊച്ചിയുടെ ഇന്നത്തെ അതിഥി. ജ്യോതിർമയ ആസ്ട്രോജം കൺസൾട്ടിംഗ് സെന്റർ എടപ്പള്ളി. ഇന്ത്യയിലും വിദേശത്തും 3 പതിറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യം, ശാസ്ത്രാധിഷ്ഠിതമായ രത്നനിർദ്ദേശങ്ങൾ. നിങ്ങൾ വാങ്ങുന്ന രത്നങ്ങൾക്ക് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന സാക്ഷ്യപത്രം, അതിസൂക്ഷ്മമായ രത്നനിർദ്ദേശങ്ങൾ. അതാണ് ജ്യോതിർമയ ആസ്ട്രോജം കൺസൾട്ടിംഗ് സെന്ററിൻ്റെ മുഖമുദ്ര. രത്നങ്ങൾ യഥാർത്ഥത്തിൽ പലതരത്തിലുണ്ട്. ഒന്ന് മൂല്യങ്ങളായ രത്നങ്ങളും അർദ്ധമൂല്യങ്ങളായ രത്നങ്ങളും എന്ന് രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ മൂല്യങ്ങളായ രത്നങ്ങൾ, ഡയമണ്ട് എന്ന് പറയുന്നത് കാർബൺ രൂപാന്തരപ്പെട്ട് ഭൂമിക്കടിയിൽ നിന്നും കിട്ടുന്നതാണ് ഡയമണ്ട് എന്ന് പറയുന്ന രത്നങ്ങൾ. അതേപോലെ തന്നെ ചില മരങ്ങളുടെ ഫോസിൽസ് വന്നിട്ട് അംബർ പോലുള്ള ചില രത്നങ്ങളുണ്ട്. കടലിൻ്റെ അടിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ചിപ്പിക്കുള്ളിൽ നിന്ന് കിട്ടുന്നതാണ് മുത്ത് എന്ന് പറയുന്ന രത്നം. അതുപോലെ തന്നെ കടലിൻ്റെ സൈഡുകളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് റൂബി. ഇങ്ങനെ നിരവധി വ്യത്യസ്തമായ രീതിയിൽ നിന്നും പലതരത്തിലുള്ള മൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങളും ചില അർദ്ധമൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങളും ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമുക്ക് രത്നങ്ങൾ തരംതിരിക്കപ്പെടുന്നത്. ഇതിൽ മൂല്യങ്ങളായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രത്നങ്ങളിൽ ഡയമണ്ട് എന്ന് പറയുന്ന വജ്രം, മാണിക്യം എന്ന് പറയുന്ന റൂബി, ഹെസോണൈറ്റ് എന്ന് പറയുന്ന ഗോമേതകം, യെല്ലോ സഫയർ എന്ന് പറയുന്ന മഞ്ഞപ്പുഷിരാഗം, പേൾ എന്ന് പറയുന്ന മുത്ത്, കാറ്റ്സൈ എന്ന് പറയുന്ന വൈഡൂര്യം, ബ്ലൂ സഫയർ എന്ന് പറയുന്ന ഇന്ദ്രനീലം, ഇങ്ങനെ 9 രത്നങ്ങൾ നമുക്ക് മൂല്യങ്ങളായതും അതുപോലെ തന്നെ 1000ന് മുകളിലുള്ള ഒരുപാട് സെമി പ്രഷ്യസ് ആയിട്ടുള്ള രത്നങ്ങൾ, ടോപ്പാസ്, മാലക്കൈറ്റ്, ടോർക്കോയിസ്, ഇതുമാതിരി വരുന്ന ഒരുപാട് ലാപ്പിസ് ലസൂലി, സർപ്പൻറ്റൈൻ, ഇതുപോലെ ഒരുപാട് അർദ്ധമൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങളും ഇന്ന് വിപണിയിൽ സജീവമായിട്ട് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. പ്രാചീന കാലം മുതൽ തന്നെ രാജാക്കന്മാരും പ്രഭുക്കന്മാരുമായ ആളുകളൊക്കെ രത്നങ്ങളുടെ കട്ടിങ്ങിൻ്റെ പ്രാധാന്യം, തിളക്കങ്ങളും അതിൻ്റെ വർണ്ണങ്ങളും അവരെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവരെല്ലാവരും രത്നങ്ങൾ വാങ്ങി സൂക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രത്നശേഖരം തന്നെ ഉള്ളത് ബ്രൂണൈ സുൽത്താൻ്റെ അടുത്താണ്. എന്നാൽ ഇന്ത്യയിലുള്ള രത്നശേഖരവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള കോഹിനൂർ രത്നം മുതലെടുത്താൽ ഇത്രയും വില മുന്തിയിട്ടുള്ള എല്ലാ രത്നങ്ങളും നമ്മുടെ ഭാരതത്തിൻ്റെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ്ങും തിളക്കവുമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചിട്ട് വന്നിട്ടുള്ള ഒരു സാധനം. മൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങൾ ശേഖരിച്ച് വയ്ക്കപ്പെടുന്നത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന്, വ്യക്തികളെന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും ഓരോ രത്നങ്ങൾ ധരിക്കാൻ അതിയായിട്ടുള്ള മോഹങ്ങളായിട്ട് ഇന്ന് നിരവധി ആളുകൾ രത്നമോതിരങ്ങൾ ധരിക്കുന്നുണ്ട്. അതിൽ ചിലത് നവരത്ന മോതിരങ്ങൾ ധരിക്കലാണ് കൂടുതലായിട്ടിരിക്കുന്നത്. ചിലർ ഓരോ സ്റ്റോണ്, അത് ഇന്ന് നമ്മളുടെ നാട്ടുനടപ്പിൽ പറയപ്പെടുന്നത് ബർത്ത് സ്റ്റോണെന്നും ലക്കി സ്റ്റോണെന്നും പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ധരിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ അതിൽ നിരവധി ചൂഷണങ്ങളും വന്നുപെടുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. ഒരു മനുഷ്യനെ ഒരു രത്നം ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് പുരാതന കാലത്ത് മനുഷ്യൻ്റെ ശരീരത്തിൽ നമ്മൾ 5 മൂലകങ്ങളായിട്ടാണ് മനുഷ്യ ശരീരത്തെ കണക്കാക്കിയിരുന്നത്. അഗ്നി, മണ്ണ്, വായു, ജലം, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ. ഇന്ന് ആധുനിക കാലഘട്ടം അത് 109 മൂലകങ്ങളായിട്ടാണ് വേർതിരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില സാഹചര്യത്തിൽ ചില ഗ്രഹങ്ങളുടെ പാലായനം കൊണ്ട് അല്ലെങ്കിൽ ചില ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് ചില വ്യക്തികൾക്ക് ഗുണവും ചില വ്യക്തികൾക്ക് ദോഷങ്ങളും സംഭവിക്കാം. അത്യാദി സമയങ്ങളിലാണ് ഒരു മനുഷ്യൻ രത്നധാരണത്തെ താല്പര്യപ്പെട്ട് അവനെ ധരിച്ചാൽ ഗുണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ മനുഷ്യർക്കും എല്ലാ രത്നങ്ങളും അനുയോജ്യമാണോ എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും എല്ലാ രത്നങ്ങളും അനുയോജ്യമല്ല. ചക്രവർത്തി യോഗങ്ങളോ മറ്റുള്ള രാജാക്കന്മാരും മറ്റും നവരത്നങ്ങളും മറ്റും ഉപയോഗിച്ചിരുന്നു എന്ന് വെച്ച് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എല്ലാവർക്കും നവരത്നങ്ങൾ അത്ര അനുകൂലമല്ല.
9 ഗ്രഹങ്ങളെ പ്രാധാന്യപ്പെടുത്തി ജ്യോതിശാസ്ത്രം നമ്മളിങ്ങനെ വികസിപ്പിച്ച് പലതരത്തിലുള്ള പ്രവചനങ്ങൾക്ക് പ്രസക്തി കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു വിഭാഗമുണ്ട്. അതല്ല, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ പ്രവചനങ്ങളുടെ പ്രസക്തി നമ്മൾക്ക് മാറ്റി നിർത്തിയാൽ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒത്തിരി സംഭവങ്ങളും സംഭാവനകളും ജ്യോതിശാസ്ത്രം നമ്മൾക്ക് തരുന്നുണ്ട്. ആ ജ്യോതിശാസ്ത്രത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ആ മനുഷ്യന് അഭിമുഖമായിട്ട്, ജനന സമയത്തിന് അഭിമുഖമായിട്ട് വരുന്ന ഗ്രഹം മനസ്സിലാക്കിയിട്ട് ആ ഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് ഒരു വ്യക്തിക്ക് ആവശ്യപ്രദമായ രത്നധാരണം നടത്തേണ്ടത്. അതിൽ അനുകൂല ഭാവമെന്നും പ്രതികൂല ഭാവമെന്നും വരുന്ന 2 രീതിയെയാണ് ഞാനെന്ന വ്യക്തിയെ പോലുള്ളവർ രത്നശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഓരോ വ്യക്തികളും ധരിക്കേണ്ടുന്ന രത്നങ്ങൾ സെലക്ട് ചെയ്ത് നൽകപ്പെടുന്നത്. ജമു കൺസൾട്ടൻറ്റ് KH കുഞ്ഞുമോനുമായുള്ള അഭിമുഖം ഇവിടെ തീരുന്നില്ല. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ ബൈ.